രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായ ന്യൂസ് 18 വോട്ടെണ്ണലിന്റെ ഓരോ സ്പന്ദനവും ജനങ്ങളെ അറിയിക്കാൻ സുസജ്ജമായി കഴിഞ്ഞു. ഓരോ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും കൃത്യം കണക്കുകൾ ജനങ്ങളിൽ എത്തും. ഓരോ നിമിഷവും കൃത്യമായി കണക്കുകൾ എത്തിക്കാൻ ന്യൂസ് 18 നെറ്റ്വർക്കിന് കഴിയും. ഇതിനായി ന്യൂസ് 18 പ്രതിനിധികൾ നോയിഡ ഓഫീസിൽ പ്രത്യേക സജ്ജീകരണങ്ങളിലാണ് ഒരുക്കിയിട്ടുള്ളത്. അവസാന വോട്ട് എണ്ണുന്നത് വരെയും കൃത്യം കണക്കുകൾ എത്തിക്കുകയാണ് ലക്ഷ്യം. അതിൻ്റെ ദൃശ്യങ്ങളാണ് എങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിവിധ സെന്ററുകളിൽ നിന്ന് വരുന്ന കണക്കുകൾ അനുനിമിഷം ഒരു സമയം പോലും തെറ്റാതെ ഉടനടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ മുൻ വർഷങ്ങളെ പോലെ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം കാണുക. ഇതിന്റെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? KP അഭിലാഷ് കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ ചേരുകയാണ്. അഭിലാഷ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, മുൻ വർഷങ്ങളിൽ അനുഭവമുള്ളതാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ എന്താണ് ഈ സജ്ജീകരണങ്ങൾ പൊതുവായിട്ട് പറയുമ്പോൾ? മഞ്ജുഷ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണല്ലോ തെരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കാറ്. എന്നാൽ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പും. മഞ്ജുഷ പറഞ്ഞതുപോലെ തന്നെ 2016 ന്യൂസ് 18 നെറ്റ്വർക്ക് മലയാളത്തിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും ആധികാരികമായി തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ മറ്റ് മലയാളം ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിലുള്ള അതിശയോക്തിയോ ആകാംക്ഷയോ നിറയ്ക്കുന്ന ഗിമ്മിക്കുകൾ ഇല്ലാത്ത വാർത്ത വളരെ കൃത്യമായി ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്. അതിന് കാരണം നമുക്ക് മാത്രം പ്രാപ്യമാകുന്ന വിശാലമായ നെറ്റ്വർക്ക് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഭാഷയിൽ, അതായത് രാജ്യത്തെ എല്ലാ ഭാഷയിലും തന്നെ നമുക്ക് ടെലിവിഷൻ ചാനലുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഡെസ്ക് വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലെ നോയിഡയിൽ ആണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ നമ്മുടെ സംസ്ഥാനത്തെ സെൻട്രൽ ഡെസ്കിൽ ആണ് എങ്കിൽ ഇതിന് സമാനമായ തരത്തിൽ തന്നെയുള്ള ഡെസ്ക് ആണ് ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ആണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. നോയിഡയിലെ ഈ സെൻട്രൽ ഡെസ്കിൽ കേരളം, തമിഴ്നാട്, കർണാടകം ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഡെസ്കുകൾ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വാർത്താ സംഘം അടക്കം ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ആധികാരികമായ ഡേറ്റ നൽകാൻ സാധിക്കുന്നത് എന്നത് കൂടിയാണ് പ്രേക്ഷകരിലേക്ക് വിവരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും വേണ്ടി വ്യത്യസ്തമായി നിന്നുകൊണ്ടാണ്. ഓരോ സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥികളുടെ കൃത്യമായ പട്ടിക, അങ്ങനെ 543 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വളരെ കൃത്യമായി നോയിഡയിൽ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഒരു സീറ്റിലേക്ക് BJP സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം മരണപ്പെട്ടു. അവിടുത്തെ വോട്ടെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ച് ഇനി ഉപതെരഞ്ഞെടുപ്പുണ്ടോ എന്നതറിയേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഒരു ഉദാഹരണമായി നമുക്ക് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ രാവിലെ 8 മണിക്കാണ് തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ശശി തരൂരിന് 5 വോട്ടുകൾ ആണ് ലഭിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അതേസമയം രാജീവ് ചന്ദ്രശേഖരന് 1 വോട്ടും പന്ന്യൻ രവീന്ദ്രന് 3 വോട്ടും ലഭിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഈ വിവരങ്ങൾ അതേ നിമിഷം തന്നെ നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്കിലേക്കാണ് റിപ്പോർട്ടർമാർ കൈമാറുക. നമ്മൾ മാത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഡേറ്റകൾ ഏറ്റവും സമഗ്രമായി അവലോകനം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഈ കണക്കുകൾ നടത്തുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഏറ്റവും കൂടുതൽ തപാൽ വോട്ടുകൾ ലഭിച്ച ശശി തരൂർ 3 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ, അല്ലെങ്കിൽ 2 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ 3 വോട്ടുകൾക്ക് മുന്നിൽ ആണ് എന്ന ഡേറ്റ അത് സോഫ്റ്റ്വെയർ തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ പങ്കുവച്ചതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ആണ് ഓരോ റൗണ്ടിലും മാറി മറിയുന്നത്. ആ നിമിഷം തന്നെ ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് മറ്റ് ടെലിവിഷൻ ചാനലുകൾ നൽകുന്ന ഡേറ്റകളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കണക്ക് പലപ്പോഴും നമുക്ക് നൽകേണ്ടി വരുന്നത്. പക്ഷേ ആധികാരികമായി ആ കണക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഏറ്റവും ഒടുവിൽ നമ്മൾ ഏത് വിജയിയാണോ പ്രഖ്യാപിക്കുന്നത് ആ വിജയിയിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികൾക്ക്, മറ്റ് ടെലിവിഷൻ ചാനലുകൾക്ക് എത്തിപ്പെടുകയുമാണ് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കുന്നു, മറ്റ് ടെലിവിഷൻ ചാനലുകളുടേതുപോലെയുള്ള ഒരു തരത്തിലുമുള്ള അഭ്യൂഹ കണക്കുകൾ അല്ല, മറിച്ച് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ നോയിഡയിൽ നിന്ന് എത്തുന്ന ഇൻപുട്ട് ആണ് തിരുവനന്തപുരത്തെ സെൻട്രൽ ഡെസ്കിലെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്നത്. അവിടെ ഇൻപുട്ട് ഡെസ്ക് സജ്ജമാണ്. ഇത് ഉച്ച സമയമാണ്. നമുക്കറിയാം ഈ വാർത്താ തിരക്കുകൾ കൊണ്ട്, അതായത് വാർത്താ ഡെസ്ക് ഏറ്റവും സജീവമാകുന്ന സമയത്ത് വളരെ കുറച്ച് സമയം
മാത്രമാണ് നമുക്ക് വിശ്രമിക്കാൻ ലഭിക്കാറുള്ളൂ. ആ സമയത്ത് പോലും ഇവിടെ വാർത്താ ഡെസ്ക് പൂർണ്ണ സജ്ജമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്ന ഡേറ്റകൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് ഔട്ട്പുട്ടായി എത്തുന്നു. അതായത് ടെലിവിഷൻ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ടെലിവിഷനിൽ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ശശി തരൂർ മുന്നിൽ എങ്കിൽ ശശി തരൂർ മുന്നിൽ, അത് എത്ര വോട്ടിന്, തൊട്ടു പിന്നിൽ ആരാണ്, പന്ത്യൻ രവീന്ദ്രൻ ആണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ആണോ, ഇത്തരം ഡേറ്റകൾ ആ നിമിഷം തന്നെ ഗ്രാഫിക്സ് റെപ്രസെന്റേഷനോടുകൂടി ഏറ്റവും ആധികാരികമായി ഏറ്റവും സ്ക്രീനിലേക്ക്, അതായത് ടെലിവിഷൻ സ്ക്രീനിലേക്ക് ഒരു പ്രേക്ഷകന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡേറ്റകൾ കൺഫ്യൂഷൻ ഇല്ലാത്ത തരത്തിൽ എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന തരത്തിൽ ആണ് നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാഫിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുൾപ്പെടെ ഏറ്റവും പെട്ടെന്ന് പമ്പ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡെസ്ക് പ്രവർത്തന സജ്ജമാണ്. ദിവസങ്ങളായി ഇവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മഞ്ജുഷ, നമുക്ക് ടെലിവിഷൻ ചാനൽ മാത്രമല്ല ഉള്ളത്, നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ അടക്കം. ഇപ്പോൾ നമുക്കറിയാം ഇത് വർക്കിംഗ് ഡേയിൽ ആണ് ഇങ്ങനെ ഒരു വോട്ടെണ്ണൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ടെലിവിഷൻ ചാനലുകൾ ഓഫീസുകളിലും മറ്റുമൊന്നും ഇരുന്ന് കാണാൻ സാധിക്കണമെന്നില്ല. വിവിധ ജോലികളിൽ ഏർപ്പെടുന്നവരുണ്ട്. അവർക്ക് ആ ചെറിയ ഇടവേളകളിൽ യൂട്യൂബ് പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും നേരത്തെ തന്നെ സജ്ജമായിട്ടുണ്ട്. അവിടെയും തയ്യാറെടുപ്പുകൾ പൂർണ്ണമായിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ആധികാരികമായ വിവരം ആണ് നമുക്ക് നമ്മുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവെക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണ സജ്ജമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമുണ്ടാവുകയില്ല. കൃത്യമായ കണക്കുകളായിരിക്കും പുറത്തുവിടുക. അവസാനം ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോയവർ തിരികെ ന്യൂസ് 18 കണക്കുകളിലേക്ക് എത്തുകയും ചെയ്യും. ഇത് മുൻ അനുഭവങ്ങളാണ്. അത് പ്രകാരം തന്നെയായിരിക്കും ഇത്തവണയും മുന്നോട്ട് പോവുക. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക.